കഴിഞ്ഞാൽ അത് കുറേ കൂടി സുസ്ഥിരമാകും. മറ്റത് അല്ലെങ്കിൽ എപ്പോഴും പഞ്ചായത്തിനെ നേരിട്ട് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു പരിപാടിയാണ് നമ്മൾ ആരോഗ്യരംഗത്ത് നിങ്ങൾ ചെയ്യുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു. നമുക്ക് നിലവിൽ PSCകളുണ്ട്. അപ്പോൾ ഈ PSCകളെ എങ്ങനെയാണ് നമ്മളൊന്ന് ലിങ്ക് ചെയ്യുന്നത്? ഈ തുടങ്ങിയിരിക്കുന്ന ഈ സംവിധാനവും PSCകളും നിലവിലുള്ള സംവിധാനമാണല്ലോ, അവരെങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞു. ഞങ്ങളുടെ പഞ്ചായത്തിന് CHC ഉള്ളത് കൊണ്ട് തന്നെ PHC ഇല്ല. അതുകൊണ്ടാണ് സബ് സെന്റർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നല്ല രൂപത്തിലേക്കുള്ള പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. കുന്നമൽ ബ്ലോക്കിന്റെ CHC ഞങ്ങളുടെ പഞ്ചായത്തിലായതുകൊണ്ട് PHC ഞങ്ങൾക്കില്ല. സബ് സെന്ററുകൾക്ക് ഞങ്ങൾ ധാരാളം സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഗ്ലൂക്കോമീറ്റർ, അതുപോലെ BP അപ്പാരറ്റസ്, വാട്ടർ ബെഡ്, ഇതൊക്കെ സബ് സെന്ററിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെയാണ്. ഇല്ല, ഡോക്ടറില്ല. ഡോക്ടർ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ ഇമ്മ്യൂണൈസേഷന് വേണ്ടി മാത്രമേ പോകുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശുചിത്വ ബോധം എന്നുള്ളത് മലയാളികളുടെ ജീവിത രീതിയുടെ ഭാഗമാകണം. അതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരാളിലേക്ക് പൊതു ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ അതിനിടയിൽ വിട്ടുപോകരുത്, അതേ ഉള്ളൂ. രണ്ടാമത്, ഏതായാലും എനിക്ക് പറയാനുള്ളത്, പ്രവർത്തനങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷേ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യണം. പകർച്ചവ്യാധിയുടെ കാര്യത്തിൽ, ജീവിത രീതിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആയുർദൈർഘ്യ ഈ എണ്ണത്തിൽ വന്ന കുറവ് വരുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ത്രീകളുടെ ഇടയിൽ കൂടുതലായിട്ട് കേരളത്തിലുണ്ടാകുന്ന സവിശേഷമായ ഒരു പ്രശ്നം സ്തനാർബുദത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധനവാണ്. സ്ത്രീകളുടെ സവിശേഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. പുരുഷന്മാരെ, സ്ത്രീകളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നത്, പ്രമേഹം, രക്താതിമർദ്ദം. പക്ഷേ അവരുടെ സവിശേഷമായ ചില പ്രത്യേകിച്ച് ആയുർദൈർഘ്യം വർദ്ധിക്കുന്നുമുണ്ട്. അതിലും കൂടി ഇടപെട്ട ഒരു മാതൃക കുറ്റ്യാടി പഞ്ചായത്ത് കാണിക്കണമെന്നാണ് എനിക്ക്. ഞങ്ങളൊരു ഗൈനക്കോളജി പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് വെച്ച് നടത്തിയിരുന്നു. ഗർഭാശയ രോഗങ്ങളും ഈ സ്തനാർബുദവും അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പ് തന്നെ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. ഗൈനക്കോളജി പ്രത്യേകം തന്നെ. ഇനി മാർക്സിലേക്ക് കിടക്കാം സർ. ഞാൻ 15-ൽ 13, മാർക്സ് 15-ൽ 12, 10-ൽ 8, 10-ൽ 8.5, 10-ൽ 8.5. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 60-ൽ 50 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ലൊരു മാർക്സ് ആണ് ഈ 60-ൽ 50 എന്ന് പറഞ്ഞാൽ. ഇവർ ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കും ഇവരോടൊപ്പം യോജിക്കാം, പങ്കുചേരാം. ഇവർക്ക് SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KTYD സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്ക് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. മണ്ണിനെ തിരിച്ചറിഞ്ഞുള്ള കൃഷി ഭൂമിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ജനതയുടെ ആരോഗ്യം സമൂഹത്തെ സജീവമാക്കും. അങ്ങനെ സജീവമായൊരു സമൂഹത്തിൽ മാത്രമേ ഊർജ്ജസ്വലമായ ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. സുസ്ഥിര വികസനത്തിന്റെ മറ്റൊരു ഗ്രാമക്കാഴ്ചയുമായി വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. തെളിവിന്നിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.